ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കിള്ളിമംഗലം മുതുവടിയിൽ വിവിധ സംഘടനകളിൽ നിന്നും BMS ൽ ചേർന്ന പ്രവർത്തകർക്ക് സ്വീകരണവും സ്ഥാപക ദിനവും ആഘോഷിച്ച് BMS. ഭാരതീയ മസ്ദൂർ സംഘം സ്ഥാപക ദിനമായ ജൂലൈ 23 തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ഉതുവടിയിൽ പതാക ഉയർത്തലും സമ്മേളനവും നടത്തി. ചടങ്ങിൽ CITU-വിൽ നിന്നും മറ്റ് യൂണിയനിൽ നിന്നും വന്ന പ്രവർത്തകർക്ക് സ്വീകരണവും നൽകി. ജൂലൈ 1955 ജൂലൈ 23 സ്ഥാപക ദിനമാണ്. ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഈ പാഞ്ഞാൽ പഞ്ചായത്തിലെ കിള്ളിമംഗലം സ്ഥലത്ത് പതാക ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ചടക്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതും, അതായത് ഈ 70 വർഷം തികയുന്ന കാലഘട്ടമാണ്, 70ാം വാർഷികമാണ് ഇന്നിവിടെ കഴിയുന്നത്. അപ്പോൾ BMS-ന് യാതൊരുവിധ നേതാക്കളും അതേമാതിരി MLA-മാരും MP-മാരൊന്നും ഇല്ലാതെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയായി മാറാനുള്ള കാരണം, അതായത് എല്ലാ സംഘടനകളും എല്ലാവരുമായിട്ടും നല്ല രീതിയിലും പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു സംഘടന, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായി മാറാൻ കഴിയുന്നത്. മാധവൻ K ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് വിനയൻ KV അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ PK മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി വിക്രമൻ, ജോയിന്റ് സെക്രട്ടറി സനോജ്, മേഖലാ ട്രഷറർ രാജഗോപാൽ, ജയൻ, പ്രകാശൻ, സോമസുന്ദരൻ, സുര, ബേബി, ബാലകൃഷ്ണൻ, നാസർ, സോമദാസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭാരതീയ മസ്ദൂർ സംഘം, അതായത് രാജ്യത്ത് തന്നെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിലാളി സംഘടന വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 1955 ഭോപ്പാലിൽ വെച്ച് BMS രൂപം കൊടുക്കുന്നത്. അതിന് ഉദാഹരണം തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്ത് തന്നെ 40 വർഷക്കാലത്തോളം ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, 25ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉപജീവനം നടത്തുന്ന ഈ സ്ഥലത്ത് ഇന്നൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥാപനം വന്നു എന്നതിൻ്റെ പേരിൽ തന്നെ ഈ 25ഓളം തൊഴിലാളികളെ മാസങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല അവരുടെ കുടുംബങ്ങളെല്ലാം തന്നെ പട്ടിണിയിലാണ്. ഇതൊന്നും മറ്റ് ട്രേഡ് യൂണിയനുകളുടെ നേതാക്കന്മാരും പഞ്ചായത്തും പോലീസും ഒത്തുകളിച്ചുകൊണ്ട് തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് പുതിയ ഒരു CIT-യിൽ നിന്നും INTC-യിൽ നിന്നും പുതിയ തൊഴിലാളികൾ BMS-ലേക്ക് അംഗത്വമെടുക്കാൻ തയ്യാറായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.